അടുത്തത് ഈ പ്ലാന്റ്, വാട്ടർ പ്ലാന്റ്സ്, വെള്ളത്തിലുള്ള പ്ലാന്റ്സൊക്കെ അവയ്ക്ക് വേണ്ട വെള്ളം, കുക്കിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫോട്ടോസിന്തസിസിന് ആവശ്യമായ വാട്ടർ അവർ അബ്സോർബ് ചെയ്യുന്നത് ഓസ്മോസിസ് എന്ന പ്രക്രിയയിലൂടെയാണ്. അതും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ആവശ്യമായ ഗ്യാസസ് പ്ലാന്റ്സ് ആയാലും ആനിമൽസും അബ്സോർബ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എൻഡോസൈറ്റോസിസ് എന്നാൽ എന്ത്? എൻഡോസൈറ്റോസിസ്. ഈ എൻഡോസൈറ്റോസിസ് എന്നാൽ എന്തെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു പ്രത്യേകത പഠിക്കണം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ എപ്പോഴും എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കും. എങ്ങോട്ട് വേണമെങ്കിലും വടക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അതൊരു ഫ്ലെക്സിബിൾ ആണ്. ഇനി അത് മേഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഓർഗാനിക് മോളിക്യൂൾസ് ആയ എന്തൊക്കെ കൊണ്ടാണ്? ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. അത് മേക്ക് ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീനും കൊണ്ടായിട്ടാണ് രണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത. ഇനി എൻഡോസൈറ്റോസിസ് എന്താ എന്ന് പറയാം. എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി കാരണം, ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ ഈ മെംബ്രെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി കാരണം, ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സെൽ മെംബ്രെയിൻ എന്താണ്? ഇങ്ങനെ ഇപ്പോൾ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെയാണെങ്കിൽ അതിന് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ഒടിച്ച് മാറ്റാൻ കഴിയും. അങ്ങനെ ഫുഡ് ഐറ്റംസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ, അങ്ങനെ പ്രോട്ടീൻസോ അങ്ങനെ എന്തെങ്കിലും സാധനം ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബോഡി, അതിൻ്റെ സെൽ മെംബ്രെയിനെ ഒന്ന് ഫ്ലെക്സിബിളാക്കി ആ ഫുഡിനെ എൻഗൾഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, എക്സ്റ്റേണൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ ഈ ഫ്ലെക്സിബിലിറ്റി, ഈ മെംബ്രെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി സഹായിക്കുന്നു. ഇങ്ങനെ എന്താണ് മെറ്റീരിയൽസിന് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം എൻഡോസൈറ്റോസിസിൻ്റെ പ്രധാന കാരണം എന്താണ്? ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ അമീബ ഫുഡ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്ന, ഫുഡിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അത് ഒരു ബോഡി ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി അത് ആദ്യമേ ഇങ്ങനെ ആക്കും. പിന്നെ അടുത്ത പോയിൻ്റ് അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൂടെ കവർ ചെയ്യും. ഇങ്ങനെ കവർ ചെയ്ത് അതിൻ്റെ മെംബ്രെയിനെ ഫ്ലെക്സിബിൾ ചെയ്ത് ആ മെറ്റീരിയലിനെ ഉള്ളിലേക്ക് ആക്കുന്ന പോലെ കവർ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ എൻഡോസൈറ്റോസിസിന് എക്സാമ്പിളാണ് അമീബ ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെൽ വോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഹൗ ഡു ഓർഗാനിസം ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറുന്നത്? അത് നമ്മൾ പഠിച്ചു. ഓസ്മോസിസും പിന്നെ ഡിഫ്യൂഷനും വഴിയാണ്. അതെങ്ങനെയാണ്, കോൺസെൻട്രേഷൻ്റെ കാര്യമെല്ലാം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത, വൈ ഈസ് എ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് ദ സെലക്റ്റീവ്ലി പ്രീമിയബിൾ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പ്രീമിയബിൾ മെംബ്രെയിൻ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻറ്റിന് സഹായിക്കൂ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഹെഡ് സെൽ വോൾ. ഓക്കെ. സെൽ വോളിനെ കുറിച്ച് പഠിക്കുമ്പോഴേ എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പഠിച്ചു, ഒരു ഔട്ടർ കവറിംഗ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. പക്ഷെ പ്ലാന്റ് സെല്ലിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനെ കൂടാതെ എന്താണ് ഒരു അഡീഷണൽ എന്തുണ്ടാകുന്നു? ഒരു അഡീഷണൽ കവറിങ് ഉണ്ടാകുന്നു. ആ അഡീഷണൽ കവറിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സെൽ വോൾ എന്ന് പറയുന്നത്. ആ ടഫ് കവറിങ് പ്ലാസ്മ മെംബ്രെയിനെ കൂടാതെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെയും പുറത്തായിട്ട് അതിനും ഉപരിയായിട്ട് ഒരു അഡീഷണൽ മെംബ്രെയിൻ ഉണ്ടാവും. അതിനെ നമ്മൾ സെൽ വോൾ എന്ന് പറയുന്നത്. സെൽ വോൾ എന്ന് പറയുന്നത് റിജിഡ് ഔട്ടർ
കവറിങ് ആണ്. ഇതെന്താണ്? റിജിഡാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള. പ്ലാസ്മ മെമ്പറൈൻ എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞല്ലോ നമ്മൾ, ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇത് നല്ല റിജിഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും. ദ സെൽ വോൾ ലൈസ് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ. ദ പ്ലാന്റ് സെൽ വിൽ മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്. അപ്പം നമ്മളെന്താണ്, സെൽ വോള് പ്ലാസ്മ മെമ്പറൈൻ്റെയും സെല്ല് പ്ലാസ്മ മെമ്പറൈൻ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ട് വരുന്നത് ആരായിരിക്കും? സെൽ വോളാണ്. സെൽ വോള് റിജിഡ് ആണെന്ന് പറഞ്ഞു. ഈ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചായിരിക്കും. പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പഠിച്ചല്ലോ. പ്ലാസ്മ മെമ്പറൈൻ എന്ത് വെച്ചായിരുന്നു? ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. അപ്പം രണ്ടിൻ്റെയും പോയിന്റ് മനസ്സിലായല്ലോ. സെല്ലുലോസ്, ഇവിടെ ലിപ്പിഡ് ആൻഡ് പ്രോട്ടീനാണ്. സെല്ലുലോസ് ഈസ് എ കോംപ്ലക്സ് സബ്സ്റ്റൻസ് ദാറ്റ് ആൻഡ് പ്രൊവൈഡ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് ടു ദ. ഈ സെല്ലുലോസിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കോംപ്ലക്സ് മെറ്റീരിയൽ ആണ്. പിന്നെന്താണ്? സെല്ലുലോസ് ഈസ് കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആൻഡ് പ്രൊവൈഡ് സ്ട്രക്ചറൽ, എന്ത് ചെയ്യുന്നു? നമുക്കൊരു സപ്പോർട്ട് തരുന്നു. പ്രൊവൈഡ് സ്ട്രക്ചറൽ സ്ട്രെങ്ത്, നല്ലൊരു ബലം, ഒരു ടഫ് കവറിങ്. നമ്മൾ പ്ലാന്റിൻ്റെ പുറത്തൊക്കെ തൊടുമ്പോൾ ഒരു കട്ടി തോന്നിക്കത്തില്ല, അതിന് സഹായിക്കുന്നത് എന്താണ്? ഈ സെല്ലുലോസ് ആണ് സഹായിക്കുന്നത്. വെൻ എ ലിവിങ് പ്ലാന്റ് സെൽ ലൂസസ് വാട്ടർ ത്രൂ ഓസ്മോസിസ് ദർ ഈസ് എ ഷ്രിങ്കേജ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് കണ്ടെയ്ൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്മോസിസ് വഴി പ്ലാന്റ്സ് എന്താണ്, വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. പ്ലാന്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. ദ സെൽ ദ ഫിനോമിന ഈസ് നോൺ ആസ് എ പ്ലാസ്മോൾ. ഇങ്ങനെ പ്ലാന്റ്സ്, വെൻ എ ലിവിങ് പ്ലാന്റ് സെൽ ലോസസ് വാട്ടർ ത്രൂ ഓസ്മോസിസ് ദർ ഈസ് എ ഷ്രിങ്കേജ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് കണ്ടൻസ് ഓഫ് സെൽ എവേ ഫ്രം ദ സെൽ വോൾ. അപ്പം എന്താണ്? വാട്ടർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈയിൽ നിന്ന് ലോവിലേക്ക് പോകുമ്പോൾ എന്താണ് പോകുന്നത്? എന്താണ്? ഓസ്മോസിസ് ആണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഷ്രിങ്കേജ് ഉണ്ടാവുന്നു. ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവ് പുറത്തേക്ക് പോകുന്നു. പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഷ്രിങ്കേജ്, അത് ചുരുങ്ങുവാൻ സഹായിക്കുന്നു. ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്ലാസ്മോളിസിസ്. പ്ലാസ്മോളിസിസ്. അപ്പോൾ പ്ലാസ്മോളിസിസ് എന്താണെന്ന് എന്താണ് ലിവിങ് പ്ലാന്റ് സെൽസ് വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിനെ ലോസ് ചെയ്യുന്നു. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ലോസ് ചെയ്യുന്നു ത്രൂ ഓസ്മോസിസ്. ഇങ്ങനെയുള്ള പ്രവർത്തനം പ്ലാന്റ് സെല്ലിൽ നടക്കുന്നതിനെയാണ് നമ്മൾ പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. വി ക്യാൻ ഒബ്സർവ് ദിസ് ഫിനോമിന ബൈ പെർഫോമിംഗ് ദ ഫോളോയിങ് ആക്ടിവിറ്റി. അപ്പം പ്ലാസ്മോളിസിസ് എന്താണ്? അപ്പം എൻഡോസൈറ്റോസിസ് എന്താണെന്ന് പറഞ്ഞു. അടുത്തത് പ്ലാസ്മോളിസിസ് ആണ്. പ്ലാസ്മോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് പ്ലാന്റ് സെൽസ് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു ത്രൂ ഓസ്മോസിസ്. അപ്പം വെള്ളത്തിനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പം എന്താണ്? വെള്ളത്തിനെ നഷ്ടപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഷ്രിങ്കേജ്, ചുരുങ്ങുന്നു. ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദ കണ്ടന്റ്, അല്ലെങ്കിൽ എന്താണ്? സെല്ലിന് ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞ് അല്ലെങ്കിൽ ചുരുങ്ങി വരുന്നു അല്ലേ? അത് നല്ല കോൺസെൻട്രേഷൻ ആയി വരുന്നു ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ സെൽ എവേ ഫ്രം ദ സെൽ വോൾ. ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്ലാസ്മോളിസിസ്. ഓക്കെ.